ജിക നിങ്ങളേ അവിടെ എത്തിയോ? അവിടുന്ന് വലതുവശത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വീട് കേട്ടോ. രണ്ടെണ്ണം കൊടുക്കണേ. ഞാൻ ഇപ്പൊ വിളിക്കാം ഒരു മിനിറ്റേ. ഇത് കൊള്ളാലോ, ഐഫോൺ 17 Pro. കാണുന്നൊരു ഗുമ്മുണ്ടല്ലോ, കൊള്ളാം. ഐഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ചെറുതായിട്ട്. ഇപ്പൊ തന്നെ എടുത്തു, ഇപ്പൊ എടുക്കാൻ പറ്റിയൊരു ടൈമാണ്. എന്താ ഇപ്പൊ GST കുറഞ്ഞല്ലോ. അത് ശരി. ഇപ്പൊ നമ്മള് September 22 തൊട്ടിട്ട് GST കുറഞ്ഞു. ആണല്ലേ? ഐഫോൺ മാത്രല്ല, വേറെയും കുറെ സാധനങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? വേറെന്തൊക്കെയാ? നമ്മളുടെ ഈ ഇലക്ട്രോണിക് ഐറ്റംസിനൊക്കെ പൈസ കുറവാണ്. പിന്നെ നമ്മളെ എസെൻഷ്യൽ ഗുഡ്സ്, അതായത് നമ്മുടെ ആവശ്യ സാധനങ്ങൾ, ഇപ്പൊ നമ്മളെ ഹെൽത്ത് സെക്ടർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയാലും, ഇപ്പൊ ബുക്സ് അല്ലെങ്കിൽ ചാർട്ട് അങ്ങനത്തെ സാധനങ്ങൾക്ക് പൈസ കുറവാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കാറോ അല്ലെങ്കിൽ ബൈക്കോ, അതിനൊക്കെ ഇപ്പോഴും റേറ്റ് കുറവാണ്. അതിനൊക്കെ GST കുറഞ്ഞു. പരസ്യം കണ്ടില്ലേ? ഈവൻ ചോക്ലേറ്റ്സിന് വരെ GST കുറെ കുറഞ്ഞിട്ടുണ്ട്. അത് കലക്കി. അപ്പൊ GST കൊണ്ട് ആൾക്കാർക്ക് ഗുണമുണ്ട്. അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ GST ഗവൺമെന്റ് ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ, പെട്ടെന്ന് ഇങ്ങനെ ഒരു വെട്ടിക്കുറച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെന്റ് നഷ്ടമല്ലേ ഉണ്ടാകുന്നത്? ഗവൺമെന്റ് നഷ്ടമല്ലല്ലോ, ഇത് ആക്ച്വലി സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ GST കുറവാണെങ്കിൽ നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യും, അപ്പൊ കൺസംഷൻ കൂടും. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ലാഭം തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ VK ഐഫോൺ വാങ്ങണം എന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ GST കുറഞ്ഞുകൊണ്ട് VK വാങ്ങാന്ന് ഉറപ്പിച്ചല്ലോ. അതാണ്. അല്ല, ഈ GST കുറച്ചെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എങ്ങനെയൊക്കെ അതിന്റെ കണക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇപ്പൊ നമ്മൾ ആവശ്യ വസ്തുക്കളാണെങ്കിൽ 5%, അതല്ലാണ്ട് നോർമൽ ഗുഡ്സ്, നോർമൽ സാധനങ്ങളാണെങ്കിൽ 18%. ഇനി ലക്ഷറി ഐറ്റംസ്, ആഡംബര വസ്തുക്കളാണെങ്കിൽ 40% ആണ് GST വരുന്നത്. ശരി. ഹലോ അജിക, ഒരു കാര്യം അറിയണ്ടേനു. അല്ല, നിങ്ങളെ മുട്ട തൈലത്തിന് GST കുറയ്ക്കോ? അല്ല, അത് എസെൻഷ്യൽ ഗുഡ്സ് ആണല്ലോ, കുറയ്ക്കൂല? ഓക്കെ, രണ്ടെണ്ണം. മുട്ട തൈലം വാങ്ങിച്ച ചോളിയിൽ